നമസ്കാരം. ധനുഷ് പീസ് ടിപ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ക്വസ്റ്റ്യൻ പേപ്പർ ക്വസ്റ്റ്യൻ ബാർ 2025 KAS ഓഫീസർ തസ്തികയിലേക്ക് നടന്ന എക്സാമിൻ്റെ ഫൈനൽ ആൻസർ കീയാണ്. ഡിഗ്രി ലെവൽ എക്സാം എഴുതാൻ പോകുന്നവർക്ക് വേണ്ടി മാത്രം സെലക്റ്റീവായ ക്വസ്റ്റ്യൻസ് തയ്യാറാക്കിയിട്ടുള്ളതാണ്. ക്വസ്റ്റ്യൻസിലേക്ക് പോകാൻ നമുക്ക് ഒന്നാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ IT കോറിഡോർ ഏത് ഹൈവേയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കേരളത്തിലെ ആദ്യത്തെ IT കോറിഡോർ ഏത് ഹൈവേയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ എ NH66. കേരളത്തിലെ ആദ്യത്തെ IT കോറിഡോർ NH66 സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ആദ്യത്തെ IT കോറിഡോർ NH66. 1963 കേരള ഭൂപരിഷ്കരണ നിയമം പ്രധാനമായും ലക്ഷ്യമിടുന്നത് എന്താണ്? 1963 കേരള ഭൂപരിഷ്കരണ നിയമം പ്രധാനമായും ലക്ഷ്യമിടുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ ബി, കുടിയാൻ നിർത്തലാക്കുകയും കുടിയാന്മാർക്ക് ഭൂമിയുടെ ഉടമസ്ഥാവകാശം നൽകുകയും ചെയ്യുക. കുടിയാൻ വ്യവസ്ഥ നിർത്തലാക്കുകയും കുടിയാന്മാർക്ക് ഭൂമിയുടെ ഉടമസ്ഥാവകാശം നൽകുകയും ചെയ്യുക എന്നതാണ് 1963 കേരള ഭൂപരിഷ്കരണ നിയമം പ്രധാനമായും ലക്ഷ്യമിടുന്നത്. അടുത്തത്, കേരളത്തിലെ താഴെ പറയുന്ന സാമൂഹിക സുരക്ഷാ പദ്ധതികളെ അതത് ഗുണഭോക്തൃ ഗ്രൂപ്പുകളുമായി പൊരുത്തപ്പെടുത്തുക. ആൻസർ ഓപ്ഷൻ എ ആണ്. സാമൂഹിക സുരക്ഷാ പദ്ധതി ഉണ്ട്, ഇവിടെ ഗുണഭോക്തൃ ഗ്രൂപ്പുമുണ്ട്. ഒന്നാമത്തത് കാരുണ്യ ആരോഗ്യ പദ്ധതി ഗുരുതര രോഗബാധിതർക്കാണ്. കാരുണ്യ ആരോഗ്യ പദ്ധതി ഗുരുതര രോഗബാധിതർക്ക്. പ്രവാസി ക്ഷേമ പദ്ധതി പ്രവാസി ക്ഷേമനിധി പ്രവാസി കേരളീയർക്ക്. പ്രവാസി ക്ഷേമനിധി പ്രവാസി കേരളീയർക്ക്. കിസാൻ അഭിമാൻ പദ്ധതി ചെറുകിട നാമമാത്ര കർഷകർക്കാണ്. കിസാൻ അഭിമാൻ പദ്ധതി ചെറുകിട നാമമാത്ര കർഷകർക്കാണ്. കേരള കർഷക തൊഴിലാളി പെൻഷൻ പദ്ധതി വയോധിക കർഷക തൊഴിലാളികൾ. കേരള കർഷക തൊഴിലാളി പെൻഷൻ പദ്ധതി വയോധിക കർഷക തൊഴിലാളികൾക്കാണ്. ഓക്കെ, ആൻസർ ഓപ്ഷൻ എ ആണ്. ഒന്നുകൂടി, കാരുണ്യ ആരോഗ്യ പദ്ധതി ഗുരുതര രോഗബാധിതർക്കാണ്. പ്രവാസി ക്ഷേമനിധി പ്രവാസി കേരളീയർക്കാണ്. കിസാൻ അഭിമാൻ പദ്ധതി ചെറുകിട നാമമാത്ര കർഷകർക്കാണ്. കേരള കർഷക തൊഴിലാളി പെൻഷൻ പദ്ധതി വയോധിക കർഷക തൊഴിലാളികൾക്കാണ്. ഉത്തരവാദ ടൂറിസം രീതികൾ പ്രോത്സാഹിപ്പിക്കുന്ന കേരള ടൂറിസം സംരംഭം ഏതാണ്? ഉത്തരവാദിത്ത ടൂറിസം രീതികൾ പ്രോത്സാഹിപ്പിക്കുന്ന കേരള ടൂറിസം സംരംഭം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, ഉത്തരവാദ ടൂറിസം മിഷൻ. ഉത്തരവാദിത്ത ടൂറിസം മിഷൻ പ്രോത്സാഹിപ്പിക്കുന്ന കേരള ടൂറിസം സംരംഭം ഏതാണ്? ഉത്തരവാദിത്ത ടൂറിസം മിഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസത്തിനായുള്ള 14ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന തന്ത്രങ്ങളിൽ ഒന്നാണ് ഏത്? കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള 14ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന തന്ത്രങ്ങളിൽ ഒന്നാണ് ഏത്? ആൻസർ ഓപ്ഷൻ സി ആണ്. പ്രവേശനം വർദ്ധിപ്പിക്കുകയും ഗുണനിലവാരം മെച്ചപ്പെടുത്തുകയും ചെയ്യുക. പ്രവേശനം വർദ്ധിപ്പിക്കുകയും ഗുണനിലവാരം മെച്ചപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് 14ാം പഞ്ചവത്സര പദ്ധതിയുടെ തന്ത്രങ്ങളിൽ ഒന്ന്. പ്രവേശനം വർദ്ധിപ്പിക്കുകയും ഗുണനിലവാരം മെച്ചപ്പെടുത്തുകയും ചെയ്യുക. അടുത്തത്, ആർദ്രം മിഷന്റെ പ്രാഥമിക ലക്ഷ്യം ഏതാണ്? ആർദ്രം മിഷന്റെ പ്രാഥമിക ലക്ഷ്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, സർക്കാർ ആശുപത്രികളെ കൂടുതൽ ജനസൗഹൃദമാക്കുക. സർക്കാർ ആശുപത്രികളെ കൂടുതൽ ജനസൗഹൃദമാക്കുക എന്നതാണ് ആർദ്രം പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ. ആർദ്രം പദ്ധതി. കേരളത്തിൽ വളർച്ചയുടെ ആവൃത്തി വർദ്ധിക്കുന്നതിന് കാരണമാകാത്ത ഘടകം ഏതാണ്? വരൾച്ചയുടെ ആവൃത്തി, വരൾച്ചയുടെ വ്യാപ്തി, വരൾച്ചയുടെ ആവൃത്തി
വർദ്ധിക്കുന്നതിന് കാരണമാകാത്ത ഘടകമേതാണ്? ആൻസർ ഓപ്ഷൻ ബി, വ്യവസായവൽക്കരണം. അടുത്തത്, ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ സ്വഭാവത്തെയും വ്യാപ്തിയെയും ഏറ്റവും നന്നായി നിർവചിക്കുന്ന പ്രസ്താവനകൾ ഇതിൽ ഏതാണ്? ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ സ്വഭാവത്തെയും വ്യാപ്തിയെയും ഏറ്റവും നന്നായി നിർവചിക്കുന്ന പ്രസ്താവനകൾ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. പ്രകൃതി പ്രതിഭാസങ്ങളെ മനസ്സിലാക്കാൻ ശാസ്ത്രം വ്യവസ്ഥാപിതമായ അന്വേഷണം ഉൾപ്പെടുന്നു. അതേസമയം സാങ്കേതികവിദ്യ ഈ അറിവ് പ്രായോഗിക നേട്ടങ്ങൾക്കായി ഉപയോഗിക്കുന്നു. പ്രകൃതി പ്രതിഭാസങ്ങളെ മനസ്സിലാക്കാൻ ശാസ്ത്രം വ്യവസ്ഥാപിതമായ അന്വേഷണം ഉൾപ്പെടുത്തുന്നു. അതേസമയം സാങ്കേതികവിദ്യ ഈ അറിവ് പ്രായോഗിക നേട്ടങ്ങൾക്കായി ഉപയോഗിക്കുന്നു. ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ സ്വഭാവവും വ്യാപ്തവുമാണ്. ശാസ്ത്ര സാങ്കേതിക വിദ്യ എങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗം ചെയ്യുന്നു, എങ്ങനെയൊക്കെ നമുക്ക് ഗുണം ചെയ്യുന്നുള്ളതാണ്. സാങ്കേതിക വിദ്യ നമുക്ക് പ്രായോഗിക നേട്ടങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോൾ പ്രകൃതി പ്രതിഭാസങ്ങൾ മനസ്സിലാക്കാൻ നമ്മൾ ശാസ്ത്രം ഉപയോഗിക്കുന്നു. സാങ്കേതിക വിദ്യയോ പ്രായോഗിക നേട്ടങ്ങൾക്ക് നമ്മൾ ഉപയോഗിക്കുകയും ചെയ്യുന്നു. ശാസ്ത്ര സാങ്കേതിക വിദ്യയെയും നവീകരണങ്ങളെയും കുറിച്ചുള്ള ദേശീയ നയങ്ങളുടെ പ്രാഥമിക ലക്ഷ്യം എന്താണ്? ആൻസർ ഓപ്ഷൻ സി, രാജ്യത്തുടനീളം ഗവേഷണം, നവീകരണം, സുസ്ഥിര വികസനം എന്നിവ പ്രോത്സാഹിപ്പിക്കുക. രാജ്യത്തുടനീളം ഗവേഷണം, നവീകരണം, സുസ്ഥിര വികസനം എന്നിവ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ശാസ്ത്ര സാങ്കേതിക വിദ്യയെയും നവീകരണങ്ങളെയും കുറിച്ചുള്ള ദേശീയ നയങ്ങളുടെ പ്രാഥമിക ലക്ഷ്യം. രാജ്യത്തുടനീളം ഗവേഷണം, നവീകരണം, സുസ്ഥിര വികസനം എന്നിവ പ്രോത്സാഹിപ്പിക്കുക. പ്രതിരോധ സാങ്കേതിക വിദ്യയ്ക്കും നവീകരണത്തിനും നൽകിയ ശ്രദ്ധേയമായ സംഭാവനകൾക്ക് ഇന്ത്യയുടെ മിസൈൽ മാൻ എന്നറിയപ്പെടുന്ന ആരാണ്? പ്രതിരോധ സാങ്കേതിക വിദ്യയ്ക്കും നവീകരണത്തിനും നൽകിയ ശ്രദ്ധേയമായ സംഭാവനകൾക്ക് ഇന്ത്യയുടെ മിസൈൽ മാൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ആൻസർ ഡോക്ടർ APJ അബ്ദുൽ കലാം. ICTയുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നത് പ്രധാനമായും ലക്ഷ്യമിടുന്ന സർക്കാർ സംരംഭം ഏതാണ്? ICTയുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിന് പ്രധാനമായും ലക്ഷ്യമിടുന്ന സർക്കാർ സംരംഭം ഏതാണ്? ഡിജിറ്റൽ ഇന്ത്യ ആണ്. നെറ്റിക്വേറ്റ് സൂചിപ്പിക്കുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി, ഓൺലൈനിൽ ആശയവിനിമയം നടത്തുമ്പോൾ മാന്യവും ധാർമ്മികവുമായ പെരുമാറ്റത്തിനുള്ള മാർഗനിർദ്ദേശങ്ങളുടെ ഒരു കൂട്ടമാണ് നെറ്റിക്വേറ്റ്. മാന്യമായി പെരുമാറാനുള്ള മാർഗനിർദ്ദേശമാണ് അല്ലേ? ഓക്കെ. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, റോബോട്ടിക്സ് എന്നിവയുടെ ഗുണങ്ങളെ ഏറ്റവും നന്നായി വിവരിക്കുന്നത് ഏതാണ്? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, റോബോട്ടിക്സ് എന്നിവയുടെ ഗുണങ്ങളെ ഏറ്റവും നന്നായി വിവരിക്കുന്നത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. അവ വിവിധ മേഖലകളിൽ ഓട്ടോമേഷൻ വർദ്ധിപ്പിക്കുകയും കാര്യക്ഷമത വർദ്ധിപ്പിക്കുകയും കൃത്യത മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും റോബോട്ടിക്സും വിവിധ മേഖലകളിൽ ഓട്ടോമേഷൻ വർദ്ധിപ്പിക്കുകയും കാര്യക്ഷമത വർദ്ധിപ്പിക്കുകയും കൃത്യത മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. അടുത്തത്, ഭരണത്തിൽ ICT എന്താണ് പങ്കുവഹിക്കുന്നത്? എന്ത് പങ്കാണ് വഹിക്കുന്നത്? ICT എന്ത് പങ്ക് വഹിക്കുന്നു? ആൻസർ ഓപ്ഷൻ സി, ഇത് ഭരണനിർവഹണം കാര്യക്ഷമമാക്കുകയും പൗരന്മാർക്കുള്ള സേവന വിതരണം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. ICT ഭരണനിർവഹണം കാര്യക്ഷമമാക്കുകയും പൗരന്മാർക്കുള്ള സേവന വിതരണം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. അടുത്തത്, ഗഗൻയാൻ ബഹിരാകാശ യാത്രിക പരിശീലനത്തിൻ്റെ ഭാഗമല്ലാത്തത് താഴെ പറയുന്നവയിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. ന്യൂക്ലിയർ റേഡിയേഷൻ ഫീൽഡിംഗ് ടെസ്റ്റുകളാണ്. ന്യൂക്ലിയർ
റേഡിയേഷൻ ഫീൽഡിംഗ് ടെസ്റ്റുകളാണ്. ഭാഗമല്ലാത്തതാണ് വരുന്നത്. ഗഗൻയാൻ ബഹിരാകാശ യാത്രിക പരിശീലനത്തിൻ്റെ ഭാഗങ്ങളൊക്കെ ഏതൊക്കെയാണ്? സെൻട്രിഫ്യൂജ് പരിശീലനം, ഹൈജി ആക്സിലറേഷൻ ടെസ്റ്റുകളും അണ്ടർ വാട്ടർ സിമുലേഷനുകളുമാണ്. സെൻട്രിഫ്യൂജ് പരിശീലനം, ഹൈജി ആക്സിലറേഷൻ ടെസ്റ്റുകളും അണ്ടർ വാട്ടർ സിമുലേഷനുമാണ്. അടുത്തത്, പുനരുപയോഗിക്കാവുന്ന വിക്ഷേപണ വാഹനങ്ങൾ RLV വികസിപ്പിക്കുന്നതിൽ താഴെ പറയുന്നവയിൽ ഏതാണ് ഒരു വെല്ലുവിളി അല്ലാത്തത്? ആൻസർ ഓപ്ഷൻ ബി ആണ് കുറഞ്ഞ ചെലവിലുള്ള ഇന്ധന ലഭ്യത. കുറഞ്ഞ ചെലവിലുള്ള ഇന്ധന ലഭ്യത. അടുത്തത്, താഴ്ന്ന ഭൂമി ഭ്രമണപഥത്തിൽ LEO ലോവർ ഭ്രമണപഥത്തിൽ 40 കിലോഗ്രാം ക്ലാസ് പെലോഡുകൾ സ്ഥാപിക്കാൻ കഴിവുള്ള ഇന്ത്യയിലെ ആദ്യത്തെ പരീക്ഷണാത്മക ഉപഗ്രഹ വിക്ഷേപണ വാഹനം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി SLV-3 ആണ്. SLV-3 ആണ്. SLV-3 ആണ്. അടുത്തത്, ഇന്ത്യയിലെ ഏറ്റവും വലിയ ആണവ നിലയം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ ആണവ നിലയം. ആൻസർ കൂടംകുളം ആണവ നിലയം. കൂടംകുളം. അടുത്തത്, ഇത് ദേശീയ ഹരിത ഹൈഡ്രജൻ ദൗത്യത്തിന് ലക്ഷ്യമല്ല. ഏതാണത് എന്നുള്ളതാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ ഡി, മറ്റ് ആണവായുധങ്ങളെ അപേക്ഷിച്ച് ഹൈഡ്രജൻ ആയുധങ്ങൾ പ്രോത്സാഹിപ്പിക്കുക. മറ്റ് ആണവായുധങ്ങളെ അപേക്ഷിച്ച് ഹൈഡ്രജൻ ആയുധങ്ങൾ പ്രോത്സാഹിപ്പിക്കുക. ഇന്ത്യയിൽ സെലീനിയം മലിനമാകാനുള്ള ഉറവിടങ്ങൾ ഏതൊക്കെയാണ്? ഇന്ത്യയിൽ സെലീനിയം മലിനമാകാനുള്ള ഉറവിടങ്ങൾ ഏതൊക്കെയാണ്? ആൻസർ 1ഉം 2ഉം ആവാം. വ്യവസായ സ്രോതസ്സുകളും കാർഷിക രീതികളും. വ്യവസായ സ്രോതസ്സുകളും കാർഷിക രീതികളും. സെലീനിയം. ഓസോൺ ശോഷണ വസ്തുക്കൾക്കുള്ള ബദലുകൾ ഇവയ്ക്ക് കാരണമായി. ഓസോൺ ശോഷണ വസ്തുക്കൾക്കുള്ള ബദലായിട്ടുള്ളവ ഇവയ്ക്ക് കാരണമായി. ആൻസർ ഏതാണ്? രണ്ടാമത്തും മൂന്നാമത്തതുമാണ്. ഹരിതഗൃഹ പ്രഭാവത്തിൽ വർധനവിന് കാരണമായി. ഉയർന്ന ആഗോള താപന സാധ്യതയുള്ള സംയുക്തങ്ങളുടെ ഉൽപ്പാദനത്തിൽ വർധനവ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ 2 എണ്ണമാണ്. ഓസോൺ ശോഷണ വസ്തുക്കൾക്കുള്ള ബദലുകളാണ്. എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത്. അടുത്തത്, ക്യോട്ടോ പ്രോട്ടോക്കോളിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് 1ഉം 4ഉം. ക്യോട്ടോ പ്രോട്ടോക്കോൾ. ഒന്നാമത്തത്, ഹരിതഗൃഹ വാതക സാന്ദ്രതയിൽ സ്ഥിരത കൈവരിക്കുക. ഹരിതഗൃഹ വാതക സാന്ദ്രതയിൽ സ്ഥിരത കൈവരിക്കുക. ഭക്ഷ്യോൽപാദനം ഭീഷണിയാകുന്നില്ലെന്ന് ഉറപ്പാക്കുക. ഭക്ഷ്യോൽപാദനം ഭീഷണിയാകുന്നില്ലെന്ന് ഉറപ്പാക്കുക. ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്തത്, ഒരു സങ്കേതം, ദേശീയോദ്യാനം തുടങ്ങിയ സംരക്ഷിത വനത്തിൻ്റെ 10 കിലോമീറ്റർ ചുറ്റളവിൽ വികസന പദ്ധതികൾ ആരംഭിക്കാൻ കഴിയും. പ്രസ്താവന 1ഉം 2ഉം 3ഉം ഉണ്ട്. ഇതിലേതാണ് ശരി? 3ഉം 4ഉം ഉണ്ട്. ഇതിലേതാണ് ശരി? ആൻസർ ഓപ്ഷൻ ബി ആവാം. 2ഉം 3ഉം ശരിയായിട്ട് വരാം. അല്ല, 2ഉം 3ഉം ശരിയാകാം. ഒരു സങ്കേതം, ദേശീയോദ്യാനം, അതിൻ്റെയൊക്കെ 10 കിലോമീറ്റർ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് അല്ലേ. അതായത്, ഒന്ന്, വന്യജീവികൾക്കായുള്ള ദേശീയ ബോർഡിൻ്റെ അനുമതി അവിടെ ആവശ്യമാണ്. പിന്നെ സംസ്ഥാന വനം വകുപ്പിൻ്റെ അനുമതിയും ആവശ്യമാണ്. അതായത് ആ സംരക്ഷിത പ്രദേശത്തിൻ്റെ 10 കിലോമീറ്റർ ചുറ്റളവിൽ നമുക്ക് എന്തൊക്കെ ആരംഭിക്കാൻ കഴിയും? അതിന് ആരുടെ അനുമതി വേണം? ഇവർ 2 പേരുടെ അനുമതി ഉണ്ടെങ്കിലേ ചെയ്യാൻ പറ്റുകയുള്ളൂ. അടുത്തത്, പരിസ്ഥിതി സംവേദനക്ഷമതയുള്ള മേഖലകളാണ് ESZ. ഇവയാണ്. ഏതൊക്കെയാണ് പരിസ്ഥിതി സംവേദനക്ഷമതയുള്ള മേഖലകൾ? ഇവ ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. ഒന്നാമത്തതാണ്, ദേശീയോദ്യാനങ്ങളെയും സങ്കേതങ്ങളെയും ചുറ്റിപ്പറ്റിയുള്ള 1986 പരിസ്ഥിതി നിയമപ്രകാരം വിജ്ഞാപനം ചെയ്ത പ്രദേശങ്ങളാണ്.
പരിസ്ഥിതി സംവേദനക്ഷമതയുള്ള മേഖലകൾ ഏതൊക്കെയാണ്? ദേശീയോദ്യാനങ്ങളെയും സങ്കേതങ്ങളെയും ചുറ്റിപ്പറ്റിയുള്ള 1986 പരിസ്ഥിതി നിയമപ്രകാരം വിജ്ഞാപനം ചെയ്തിട്ടുള്ള പ്രദേശങ്ങൾ മാത്രം അടങ്ങിയതാണ് ഈ മേഖലകൾ. ESEZ പരിസ്ഥിതി സംവേദനക്ഷമത മേഖല, സോൺ മേഖല. സെൻസേഷൻ സംവേദം, എക്കോ എന്നുള്ള എക്കോസിസ്റ്റം. അടുത്തത് കാർബൺ ഓഫ് സൈറ്റിനെ കുറിച്ചുള്ള പ്രസ്താവന ഏതൊക്കെ ശരിയാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. ഒന്നാമത്തതും മൂന്നാമത്തതും ശരിയാണ്. കാർബൺ ഓഫ് സൈറ്റ് ഹരിതഗൃഹ ഉദ്ഭവനം കുറയ്ക്കുന്നത്, ഹരിതഗൃഹ പ്രഭാവം കുറയ്ക്കുന്നതിനുള്ള ക്രെഡിറ്റുകളാണ് കാർബൺ ഓഫ് സൈറ്റുകൾ. ഹരിതഗൃഹ ഉദ്ഭവനം എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രഭാവം കുറയ്ക്കുന്നതിനുള്ള ക്രെഡിറ്റുകളാണ് കാർബൺ ഓഫ് സൈറ്റുകൾ. അതുപോലെ കാർബൺ ഓഫ് സൈറ്റുകൾ അളക്കുകയും മെട്രിക് ടൺ കാർബൺ ഡൈ ഓക്സൈഡിന് തുല്യമായി വിൽക്കുകയും ചെയ്യുന്നു. കാർബൺ ഓക്സൈഡുകൾ അളക്കുകയും മെട്രിക് ടൺ കാർബൺ ഡൈ ഓക്സൈഡിന് തുല്യമായി വിൽക്കുകയും ചെയ്യുന്നു. ആൻസർ ഓപ്ഷൻ എ ആണ്. 51 മുതലുണ്ട്. ചൂസ് ദ അപ്രോപ്രിയേറ്റ് സിനോണിം ഫോർ ദി അണ്ടർലൈൻഡ് വേർഡ്. സിനോണിം ചേർക്കുക, മാർക്ക് യുവർ ആൻസർ. അല്ല, ഡിഫറൻസിൻ്റെ സിനോണിം വാക്ക് ഏതാണെന്ന് ചേർക്കുക. ആൻസർ ഓപ്ഷൻ ബി ആണ്. ഹംബിൾ, സബ്മിഷൻ ആൻഡ് റെസ്പെക്റ്റ്. സിനോണിം സെയിം വേർഡ്. ഹംബിൾ, സബ്മിഷൻ ആൻഡ് റെസ്പെക്റ്റ് ആണ് ഡിഫറൻസ്. Complete the sentence using the present perfect tense form and mark your answer in the response sheet. They dash each other since their childhood. അവിടെ they have known each other since their childhood. They have known since their childhood. They have known since their childhood. Choose the appropriate forms. Dash the opportunity arises, seize it without hesitating and fearing dash you might fail. ഏത് വരാം? Dash the opportunity arises. Answer option D. Whenever the opportunity arises, seize it without hesitating or fearing that you might fail. പേടിച്ചു പോകാം. കൺവേർട്ട് സെൻറ്റൻസ് കോംപ്ലക്സ് സെൻറ്റൻസ് ആൻഡ് മാർക്ക് യുവർ സെൻറ്റൻസ് റെസ്പോൺസ് ചെയ്യുക. കോംപ്ലക്സ് ആക്കിയിട്ട് ഹി വാസ് ഇൻഡിഫറൻറ്റ് ആൻഡ് ദേ പണിഷ്ഡ് ഹിം. കൺവേർട്ട് സെൻറ്റൻസ് ഇൻറ്റു കോംപ്ലക്സ് ആക്കണം. ഇതിനെ കോംപ്ലക്സ് സെൻറ്റൻസ് ആക്കി മാറ്റുക. ഹി വാസ് ഇൻഡിഫറൻറ്റ് ആൻഡ് ദേ പണിഷ്ഡ് ഹിം. കോംപ്ലക്സ് ആക്കി മാറ്റുക. ആൻസർ ഓപ്ഷൻ സി ആണ്. ആസ് ഹി വാസ് ഇൻഡിഫറൻറ്റ് ദേ പണിഷ്ഡ് ഹിം. ആസ് ഹി വാസ് ഇൻഡിഫറൻറ്റ് ദേ പണിഷ്ഡ് ഹിം. Next 55. I filled the tank but unfortunately I filled it. Preposition ചേർക്കാനാണ്. ആൻസർ ഓപ്ഷൻ സി with. I filled it with the wrong kind of fuel. Filled it with the wrong kind of fuel. Choose the appropriate phrasal verb ചേർക്കുക. Phrasal verb ചേർക്കുക. They were walking too fast. I could not dash with them. Answer option B. Keep up. അടുത്തത് പ്രൊനൗൺസ് ചേർക്കാനാണ്. പ്രൊനൗൺസ്. ഇറ്റ്സ് ആൻ ഇൻട്രസ്റ്റിംഗ് ബുക്ക്. ഐ ഹാവ് റീഡ് ദിസ് എ ലോങ് അഗോ. ഇറ്റ് ഈസ് നോട്ട് മൈൻ. ഇറ്റ് ഈസ് ഡാഷ്. ആൻസർ ഓപ്ഷൻ എ ആണ്. ഹിയേഴ്സ്. അല്ലേ, ഇറ്റ് ഈസ് ഹിയേഴ്സ്. അവളുടേതാണ്. ഹേർസ്. അല്ല, നമ്മൾ അപ്പോസ്ട്രോഫി ചേർക്കാറുണ്ട്. ഇറ്റ് ഈസ് എൻ ഇൻട്രസ്റ്റിംഗ് ബുക്ക്. ഐ ഹാവ് റീഡ് ദിസ് എ ലോങ് അഗോ ബട്ട് ഇറ്റ് ഈസ് നോട്ട് എൻ്റെ അല്ല, പക്ഷെങ്കിൽ ഇത് അവളുടേതാവും. അല്ലേ, അവൻ്റെ അവിടെ ഇല്ല. ജോൺസ് ഉണ്ട്. ഹേർസ്. റിലേറ്റ് സെൻറ്റൻസ് യൂസിങ് കറക്റ്റ് പങ്ക്ച്വേഷൻ മാർക്കുള്ള ചെയ്യാൻ. പങ്ക്ച്വേഷൻ മാർക്ക്, അതായത് ആ സെൻറ്റൻസ് താഴെ കൊടുക്കുന്ന സെൻറ്റൻസിൽ പങ്ക്ച്വേഷൻ മാർക്ക് കുത്ത് കോമയൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. ആൻസർ അതാണ് ഓപ്ഷൻ സി ഈസ് ദി ആൻസർ. ഓക്കെ, ഓപ്ഷൻ സി ആണ് അതിൻ്റെ ആൻസർ. ചെറുതാക്കി. ഓക്കെ, ഓപ്ഷൻ സി ആണ് അതിൻ്റെ ആൻസർ. നിങ്ങൾ പങ്ക്ച്വേഷൻ നോക്കിയിട്ട് നോക്കുക. ഹൈഫൻ ഇടയ്ക്കുണ്ട്. കറക്റ്റ് എറർ ഇഫ് എനി ഗിവൺ സെൻറ്റൻസ് ഉണ്ടെങ്കിൽ തിരുത്തുക. ദ സീനറീസ് ആർ ബ്യൂട്ടിഫുൾ. ആൻസർ ദ സീനറി ഈസ് ബ്യൂട്ടിഫുൾ.
ആർ ബ്യൂട്ടിഫുൾ അല്ല, ഈസ് ബ്യൂട്ടിഫുൾ ആണ് ശരി. ഓക്കെ, കംപ്ലീറ്റ് വിത്ത് എന്താണ് പറയുക, കറക്റ്റ് വെർബ് ഫോം ഇടുക, കറക്റ്റ് വെർബ് ഫോം ചേർക്കുക. കംപ്ലീറ്റ് വിത്ത് കറക്റ്റ് വെർബ് ഫോം. ആൻസർ ഈസ് ആണ് വരിക. ദ ലൈഫ് സ്പാൻ ഓഫ് സർട്ടൻ സ്പീഷീസ് ഈസ് വെരി ഷോർട്ട്. ആഡ് എ suitable question tag and mark your answer in the response sheet. ക്വസ്റ്റ്യൻ ടാഗ് എഴുതാൻ ഏതാണ്? വി യൂസ്ഡ് ഇറ്റ് ടു സ്റ്റഡി ടുഗദർ. അതിന് ഡിഡ് ഈ യൂസ്ഡ് ഇറ്റ് ടു സ്റ്റഡി അല്ലേ, യൂസ്ഡിൻ്റെ ആണ് ഡിഡ് വരിക. ഇൻറ്റ് നോട്ട് ചേർക്കണം. ദെൻ വി സബ്ജക്റ്റ്. ഡിഡിൻറ്റ് വി. ഇൻസേർട്ട് ദ മോസ്റ്റ് സ്യൂട്ടബിൾ ആഡ്വർബ് ഓഫ് ക്ലോസ്. ആഡ്വർബ് ഓഫ് ക്ലോസ് ചേർക്കുക. ഹി വാസ് ലേറ്റ് ഫോർ ദി മീറ്റിംഗ് ഡാഷ് ഹി മിസ്ഡ് ദ ഇനീഷ്യൽ പ്രൊസീഡിങ്സ് ഓഫ് ദി ഇവൻറ്റ്. ആൻസർ കോൺസിക്വൻ്റ്ലി. ഹി വാസ് ലേറ്റ് ഫോർ ദി മീറ്റിംഗ്, കോൺസിക്വൻ്റ്ലി ഹി മിസ്ഡ് ദ ഇനീഷ്യൽ പ്രൊസീഡിങ്സ് ഓഫ് ദി ഇവൻറ്റ്. മീറ്റിങ്ങിലേക്ക് ലേറ്റായിട്ട് വന്നതുകൊണ്ട് അതിൻ്റെ കോൺസിക്വൻസ് ആയിട്ട് അവന് അതിൻ്റെ പ്രൊസീഡിങ്സിൽ ഹിസ് ഇനീഷ്യൽ പ്രൊസീഡിങ്സ് മിസ്ഡായിപ്പോയി. Use the adjective provided in the bracket appropriate position and mark your answer. Adjective ചേർക്കുക എന്നുള്ളതാണ്. ബ്രാക്കറ്റ് കൊടുത്തേക്കുന്നതിൻ്റെ adjective ചേർക്കുക. She found books to be her only source of happiness. ബ്രാക്കറ്റ് rare. Rareൻ്റെ adjective ചേർത്തത് ഫില്ല് ചെയ്യണം. ആൻസർ ഓപ്ഷൻ സി ആണ്. She found rare books അല്ലേ, she found rare books to be her only source of happiness. Choose the correct active voice and mark your answers in the response sheet. Active voiceലേക്ക് അതിനെ ചേഞ്ച് ചെയ്യാം. The lesson was explained by the teacher clearly. അതിനെ ആക്റ്റീവ് വോയിസിലേക്ക് ചേഞ്ച് ചെയ്യാം. ആൻസർ ഓപ്ഷൻ സി ആണ്. The teacher explained the lesson clearly. The teacher explained the lesson clearly. ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും ഒക്കെ എപ്പോഴും ചോദിക്കുന്നുണ്ട്, പഠിച്ചു വെക്കണം. യൂസ് ദ അപ്രോപ്രിയേറ്റ് റിലേറ്റീവ് പ്രൊനൗൺ ടു കംപ്ലീറ്റ് ദ സെൻറ്റൻസസ് ആൻഡ് മാർക്ക് യുവർ ആൻസർ ഇൻ ദി റെസ്പോൺസ്. ഒന്നുമില്ല, പ്രൊനൗൺ ചേർക്കുക. ദാറ്റ് ഈസ് ദ ഗേൾ ഡാഷ് വി എറ്റ് യെസ്റ്റർഡേ. റിലേറ്റീവ് പ്രൊനൗൺ ചേർക്കുക എന്നുള്ള അതിനത്ര നീട്ടി വലിച്ച് എഴുതിയിരിക്കുന്നവർ റിലേറ്റീവ് പ്രൊനൗൺ ചേർക്കുക. ദാറ്റ് ഈസ് ദ ഗേൾ ഡാഷ് വി മെറ്റ് യെസ്റ്റർഡേ. ആൻസർ എന്താണ്? whom we met yesterday. That is the girl whom we met yesterday. Insert the correct tense forms and mark your answers. Correct tense forms ചേർക്കുക. When they realized I dash at them, they dash away. എപ്പോഴാണോ ഞാൻ റിയലൈസ് ചെയ്തത് അല്ലേ, അപ്പോഴൊക്കെ കണ്ടു എന്നൊക്കെ പറയാം. അപ്പോൾ അതാണ് അത് കാര്യം. ഇത് ആൻസർ ഓപ്ഷൻ ബി അല്ലേ. When they realized I was looking at them and turned അല്ലേ, they turned away. ഓക്കെ, ഓപ്ഷൻ ബി. അടുത്തത് സെലക്ട് അപ്രോപ്രിയേറ്റ് ഇഡിയം. 20 മാർക്ക് ഉണ്ടെന്ന് തോന്നുന്നു ഇംഗ്ലീഷല്ല. ഇഡിയം ചേർക്കാൻ ആൻസർ ഓപ്ഷൻ ബി ആണ്. സ്പിൽ ദ ബീൻസ്. ഫൈൻഡ് ദ ആൻറ്റോണിം ചേർക്കാൻ. കൺസീൽഡിൻ്റെ ആൻറ്റോണിം ഏതാണ്? കൺസീൽഡിൻ്റെ ആൻറ്റോണിം പറയുക, ഓപ്പോസിറ്റ് എഴുതാൻ. ആൻസർ ഓപ്ഷൻ സി അൺവെയിൽഡ്. ചൂസ് ദ കറക്റ്റ് വേർഡ് ഓർഡർ ആക്കുക അല്ലേ, ആക്കി വെച്ചേക്കുക. കറക്റ്റ് സബ്ജക്റ്റ് എവിടെ, ഒബ്ജക്റ്റ് എവിടെ, പ്രെഡിക്കേറ്റ് എവിടെ എന്നൊക്കെ വെച്ചിട്ട് അതിനെ ഓർഡർ ആക്കി വെക്കണം. ആൻസർ ഓപ്ഷൻ എ ആണ്. ദ ചിൽഡ്രൻ വെൻറ്റ് ടു ദി പാർക്ക് യെസ്റ്റർഡേ. കൺവേർട്ട് ദ റിപ്പോർട്ട് സ്പീച്ച് ആൻഡ് മാർക്ക് ചെയ്യുക. കൺവേർട്ടിൻ്റെ റിപ്പോർട്ട് സ്പീച്ചിലേക്ക് മാറ്റുക. അതിന് ഷീ സെഡ് ഐ മെറ്റ് ഹിം യെസ്റ്റർഡേ. റിപ്പോർട്ടാക്കിക്കോളും. ആൻസർ ഓപ്ഷൻ ബി ആണ്. ഷീ സെഡ് ദാറ്റ് ഷീ ഹാഡ് മെറ്റ് ഹിം ദ പ്രീവിയസ് ഡേ. സിമ്പിളായതാണ് ചോദിച്ചേക്കുന്നത്. ഷീ സെഡ് ദാറ്റ് ഷീ ഹാഡ് മെറ്റ് ഹിം ദ പ്രീവിയസ് ഡേ. യെസ്റ്റർഡേ എപ്പോഴും ദ പ്രീവിയസ് ഡേ ആയിട്ട് ചേഞ്ച് ചെയ്യുന്നു. അടുത്ത മലയാളം. വസന്തർത്തു എന്ന പദം ശരിയായി പിരിച്ചെഴുതുക. ആൻസർ ഓപ്ഷൻ ബി ആണ്. വസന്ത പ്ലസ് ഋതു. ചുവടെ ചേർത്തിരിക്കുന്ന ശരിയായ പ്രയോഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി നോക്കി. സമൃദ്ധി എന്ന പദം പിരിച്ചെഴുതുന്നത് എങ്ങനെയാണ്? സമൃദ്ധി എന്ന പദം
സംപ്ലസ് ഋദ്ധി. സംപ്ലസ് ഋദ്ധി. തെറ്റായ പ്രയോഗം ഇവിടെ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, വറുത്ത ചക്ക. കാറ്റ് എന്നർത്ഥം വരാത്ത പദം. വരാത്ത പദം അനലൻ അല്ലേ? അനലൻ. വേറിട്ട പദജോടി ഏതാണ്? ഇരിക്കണം, ഇരിക്കണം, ഇരിക്കണം. വിലക്ക്, വിലക്ക്. ആൻസർ ഏതാ വരിക? ഇതാണ് ഫസ്റ്റിലത്തെ തന്നെ. ഓപ്ഷൻ എ ഇസ് ദ ആൻസർ. തെറ്റായ പദം ഏതാണ്? 77. തെറ്റായ പദം ഏതാണ്? ഓപ്ഷൻ ബി, പ്രദക്ഷിണം. ശരിയായ പ്രയോഗം ഏതാണ്? ശരിയായ പ്രയോഗം ഓപ്ഷൻ എ, ദൈനം ദിനാവശ്യം. ദൈനം ദിനാവശ്യം. ഇനി ശരിയായ പദം. ശരിയായ പദം ഇവിടെ ഏതാണ്? ശരിയായ പദം അല്ലേ? അപ്പോൾ ഇതൊക്കെ നമ്മുടെ LDC ലെവലിലും കാണുന്നുണ്ട്. ശരിയായ പദം ആൻസർ യാദൃച്ഛികം. യാദൃച്ഛികമാണ് ശരിയായ പദം. പരകീയമല്ലാത്ത മലയാള പദം. പരകീയമല്ലാത്ത മലയാള പദം. പരകീയം. കടലാസ്, ആറ്റം, ഋഷഭം. പരകീയം. ആൻസർ കടലാണ്. ഭൂമിയെ സംബന്ധിച്ച് അർത്ഥം വരുന്ന ഒറ്റപ്പദം ഏതാണ്? ഭൂമിയെ സംബന്ധിച്ച്. ഭൂമിയെ സംബന്ധിച്ച് ഏതാണ് അർത്ഥം വരുന്നത്? ഭൗമികം. ഭൂമികം. ഇതൊന്നുമല്ല കേട്ടോ. ഭൂമിയെ ഇതൊന്നുമല്ല ആൻസർ. നെക്സ്റ്റ്, കില്ലില്ലയെ ഭ്രമരവര്യനെ നീ വരിച്ചു, തെല്ലെങ്കിലും ശലഭമേനിയെ മാനിയാതെ. ഈ വരികളിൽ വണ്ടെന്നർത്ഥം വരുന്ന പദം ഏതാണ്? ആൻസർ ഭ്രമരം അല്ലേ? ഭ്രമരം, വണ്ട്. ഭ്രമരവര്യനെ നീ വരിച്ചു. പുരോഗതി എന്ന പദത്തിൻ്റെ ഏറ്റവും അനുയോജ്യമായ വിപരീത പദം. പുരോഗതിക്ക് ഓപ്പോസിറ്റ് പശ്ചാത്ഗതി. പുരോഗതി 83. പുരോഗതി ഞാൻ അധോഗതി വേണം എഴുതിയേന്. പക്ഷെങ്കിൽ പശ്ചാത്ഗതിയാണ് കറക്റ്റ്. ഫൈനൽ ആൻസറിൽ വന്നേക്കുന്നത് പശ്ചാത്ഗതി. ഓക്കെ, പശ്ചാത്ഗതി. പശ്ചാത്ത്. ഓക്കെ. അറിയാനുള്ള ആഗ്രഹം എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നത്. അറിയാനുള്ള ആഗ്രഹം ഏതാണ്? ജിജ്ഞാസ. ജനനം മുതൽ മരണം വരെ അർത്ഥം വരുന്ന ഒറ്റപ്പദം. ജനനം മുതൽ മരണം വരെ എന്ന് പറയുന്ന ഒറ്റപ്പദം ഏതാണ്? ആജീവനാന്തം. വിദ്വാൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗം. വിദ്വാന്റെ സ്ത്രീലിംഗം വിദുഷി. ബഹുവചനാർത്ഥം ഇല്ലാത്തത് ഏതാണ് ഇവിടെ? അവർകളാണ് അല്ലേ? അവർകൾ. ജലം എന്നർത്ഥം വരുന്ന പദം ജലം. വനമാണ്. ജലം, വനം. അർത്ഥം വരുന്ന പദം. ഓക്കെ, ജലം എന്നർത്ഥം വരുന്ന പദം. ഓക്കെ, താങ്ക് യു.